പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗണിൻ്റെ മെയിൻ ഇവൻറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത് ബ്ലഡ് ലൈൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. അതിനു മുൻപ് കെമറോൺ ഗ്രേംസിനെയും സെക്യൂരിറ്റി ഗാർഡ്സിനെയും ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അവിടേക്ക് സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായ നിക് എൽഡിസി കയറി വന്നുകൊണ്ട് ഒരു 6-man ടാഗ് ടീം മത്സരമാണ് കൺഫേം ചെയ്യുന്നത്. മെയിൻ ഇവൻറ്റിൽ റാൻഡി ഓർട്ടൺ, AJ സ്റ്റൈൽസ്, LA നൈറ്റ് തുടങ്ങിയവരുടെ 3-അംഗ ടീം ബ്ലഡ് ലൈനെതിരെ മത്സരിക്കുമെന്നാണ് നിക് എൽഡിസി കൺഫേം ചെയ്തത്. റോമൻ റീൻസ് ഇന്നത്തെ സ്മാക്ഡൗണിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മൂന്നാമത്തെ പാർട്ണറെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിന് കണ്ടുപിടിക്കേണ്ടതായിരുന്നു. പിന്നീടുള്ള സെഗ്മെൻറ്റുകളിൽ നമുക്ക് ആ ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമാണ് കാണാൻ സാധിച്ചത്. പോൾ ഹേമൻ, ബോബി ലാഷ്ലി, കാർലിറ്റോ അങ്ങനെയുള്ള റെസ്ലേഴ്സിൻ്റെയൊക്കെ അടുത്തേക്ക് ചെന്ന് പാർട്ണറാകാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും റിജക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇൻട്രസ്റ്റിംഗ് ഉള്ള സെഗ്മെൻറ്റുകളായിരുന്നു. അതിനുശേഷം മെയിൻ ഇവൻറ്റ് മത്സരത്തിൻ്റെ ഭാഗമായി റാൻഡി ഓർട്ടൻ്റെ എൻട്രൻസ് ആണ് ആദ്യം നടക്കുന്നത്. റാൻഡി ഓർട്ടനെ ജിമ്മിയും സോളോയും ബാക്കിലൂടെ വന്ന് ആക്രമിച്ച് റാൻഡി ഓർട്ടന് പരിക്ക് പറ്റുന്ന പോലെയാണ് കാണിച്ചത്. പിന്നീട് ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ LA നൈറ്റും AJ സ്റ്റൈൽസും മാത്രമാണ് പങ്കെടുത്തത്. റാൻഡി ഓർട്ടൺ പങ്കെടുക്കുന്നത് നമുക്ക് തുടക്കത്തിൽ കാണാൻ സാധിച്ചില്ല. അങ്ങനെ മത്സരം തുടങ്ങി ഏകദേശം മത്സരത്തിൻ്റെ ഒരു അവസാന ഭാഗത്തിലേക്ക് എത്തുന്ന ഒരു സമയത്താണ് LA നൈറ്റും AJ സ്റ്റൈൽസും തമ്മിലുള്ള ഒരു വാക്ക് തർക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. AJ സ്റ്റൈൽസും LA നൈറ്റും ഒത്തൊരുമിച്ച് പോകുന്നില്ല എന്നുള്ളത് മത്സരം തുടങ്ങുന്നതിന് മുൻപേ തന്നെ അവർ കാണിച്ചു തന്നിരുന്നു. അവിടേക്കാണ് റാൻഡി ഓർട്ടൻ്റെ ഒരു റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചത്. റാൻഡി ഓർട്ടൺ വന്ന ഉടനെ തന്നെ AJ സ്റ്റൈൽസ് റാൻഡി ഓർട്ടന് ടാഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ AJ സ്റ്റൈൽസും റാൻഡി ഓർട്ടനും തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നും എന്നാൽ LA നൈറ്റും AJ സ്റ്റൈൽസും തമ്മിൽ നിലവിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതുമാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റാൻഡി ഓർട്ടൺ വന്നു, പിന്നീട് റാൻഡി ഓർട്ടൻ്റെ ടീം വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം AJ സ്റ്റൈൽസ് സോളോ സിക്കോവയെ ഫിനോമിനൽ 4M എന്ന് പറയുന്ന ഫിനിഷർ ഉപയോഗിച്ച് ആക്രമിക്കുന്നുണ്ട്. LA നൈറ്റ് അദ്ദേഹത്തിൻ്റെ BFT ഉപയോഗിച്ച് ആക്രമിക്കുന്നുണ്ട്. റാൻഡി ഓർട്ടൺ RKO ചെയ്ത് സോളോ സിക്കോവയെ ആക്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിയുന്നതിന് ശേഷം സ്റ്റീൽ സ്റ്റെപ്പ് ഉപയോഗിച്ച് ജിമ്മി ഊസോയെയും സോളോ സിക്കോവയെയും ഇവർ ആക്രമിക്കുന്നുണ്ട്. അവസാനമാണ് ഷീൽഡിൻ്റെ ഒരു റെഫറൻസ് പോലെ, റോമൻ റീൻസിനുള്ള ഒരു വാർണിംഗ് പോലെ റാൻഡി ഓർട്ടണും LA നൈറ്റും AJ സ്റ്റൈൽസും ചേർന്ന് സോളോ സിക്കോവയെ ട്രിപ്പിൾ പവർ ബോംബ് ആ ഒരു കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ചെയ്യുന്നത് അതെന്തായാലും മികച്ചൊരു മൊമെൻ്റ് ആയിട്ട് തോന്നി. അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് ഒരു കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റും കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാൻഡി ഓർട്ടൺ, AJ സ്റ്റൈൽസ് തുടങ്ങിയവർക്കിടയിൽ വലിയൊരു പ്രശ്നമില്ല എന്നുള്ളതും LA നൈറ്റ്, AJ സ്റ്റൈൽസ് തുടങ്ങിയവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതുമാണ് ഈ ഒരു ടാഗ് ടീം മത്സരത്തിന് ഇടയിലൂടെ ക്രിയേറ്റീവ് ടീം കാണിച്ചു തന്നിട്ടുള്ളത്. റോയൽ റംബിളിലെ ഈ ഒരു ഫേറ്റൽ ഫോർവേ അതിഗംഭീരമായിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്നത്തെ സ്മാക്ഡൗണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.